ചുമന്ന പച്ചമുളകാണ് ഉപയോഗിക്കണേ. ഇതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല. അതായത് നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. ഇഞ്ചി സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചതക്കാം കേട്ടോ, കാരണം വലിയ കഷ്ണമായതുകൊണ്ട്. മൊത്തം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഈ ആശാനെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം. അപ്പം അതിൽ നല്ല നാടൻ കറിവേപ്പില കേട്ടോ. അപ്പോൾ അത് ചതച്ച് ഇഞ്ചിൻ്റെ കൂടെയൊക്കെ ചതച്ചതിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, അതിങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. ഇതിലേക്ക് പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ചതയ്ക്കാം. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പോൾ പച്ചക്കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് പൗഡർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചിട്ടാൽ മതി, വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി നമ്മൾക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ആളപ്പോൾ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടി ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കേട്ടോ. എന്നിട്ടിതാ നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇച്ചിരി നല്ല ഈ ഒരു കൊഞ്ചിന് നല്ല വേവുണ്ടല്ലോ. അപ്പോൾ നല്ലോണം അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. അടച്ച് വയ്ക്കുക. ഇതാ ഇവിടെ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം സ്പൂൺ ഇങ്ങനെ ഇളക്കി കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു രീതി ആവുന്ന സമയത്ത് ഇതാ ഒരു ഇച്ചിരി കൊടംപുളി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ റോസ്റ്റ് ആക്കുന്ന സമയത്ത് അങ്ങനെ വേണമെന്നുള്ളവർക്ക് മാത്രം, പുളി വേണമെന്നുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലാത്തവർ ഇടേണ്ട ആവശ്യമില്ല. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം വറ്റുന്ന വരെ അടച്ചു വെച്ച് വേവിക്കാം.
അപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലോണം വറ്റി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി ഒന്ന് വറ്റട്ടെ, ഡ്രൈ ആവട്ടെ. ഇച്ചിരി ഒന്ന് ഇരുന്നോട്ടെ വെള്ളം. കാര്യം ചോറിക്ക് ഇച്ചിരി എന്തെങ്കിലും കൂട്ടാൻ വേണ്ടേ. അപ്പോൾ ഇതിലേക്ക് ഒരിച്ചിരി വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ കടന്നൊന്ന് മൂത്തോട്ടെ കേട്ടോ. നമ്മുടെ ഈ ഒരു കുരുമുളക്, ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ചതച്ച ഈ ഒരു കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ തീർന്നില്ല, ഇനിയൊരു ചെറിയൊരു കലാപരിപാടി കൂടി ഉണ്ട്. ചോറെടുത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് ചട്ടിയിലിട്ട് പെരട്ടെടുക്കുക. ശരിക്കും കൈകൊണ്ടാട്ടോ ചെയ്യാം. കൈകൊണ്ട് ഇവിടെ ടേസ്റ്റ് കൂടുന്നു. മസാല നല്ലോണം എന്ന രീതിയിൽ ഇതിൻ്റെ ഒരു സൈഡിലേ പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും ഇതുണ്ടല്ലേ, പച്ചമുളക് നല്ലോണം ഇങ്ങോട്ട് ഉടക്കിയ എന്നിട്ട് പഴുത്ത മാങ്ങ അത്. പഴുത്ത മാങ്ങ അങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നേരത്തെ മെമ്മറി എടുക്കുന്ന സമയത്ത് മെമ്മറി ഇല്ലാണ്ട് അങ്ങ് സ്റ്റോപ്പായി പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ കൂട്ടിച്ചേർക്കണേ. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. പഴുത്ത മാങ്ങയും ചെമ്മീൻ റോസ്റ്റും എന്താ ഈ പറയണതെന്നുള്ള രീതിയിൽ ചിലവരെങ്കിലും ആലോചിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ചിലർക്കത് ഇഷ്ടപ്പെടും. കാരണം വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് കോമ്പിനേഷൻസ് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും എന്നെപ്പോലെ. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് എന്തായാലും നല്ല നാടൻ കുരുമുളകിട്ട ചെമ്മീൻ റോസ്റ്റും പഴുത്ത മാങ്ങയും ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.